വെൽക്കം ടു KA ഫോക്കസ്. ഇന്ന് നമ്മൾ അമീൻസും ഹൈഡ്രോകാർബൺസും ആണ് നോക്കുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ലാസ്റ്റ് വീഡിയോ 3Dയും വെക്ടേഴ്സും ആയിരുന്നു. അപ്പം അതിനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത സമയത്ത് 2λ പ്ലസ് മ്യൂ ഈക്വൽ ടു -36 ലാംഡ പ്ലസ് മ്യൂ ഈക്വൽ ടു 2μ ഈക്വൽ ടു 9 ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് എളുപ്പം. ആഡ് ചെയ്യുമ്പോൾ 3λ പ്ലസ് 3μ ഈക്വൽ ടു -27 വരും. അങ്ങനെയാണെങ്കിൽ ത്രൂ ഔട്ട് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ലാംഡ പ്ലസ് മ്യൂ ഈക്വൽ ടു -9 വരും. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. സബ്ട്രാക്ട് ചെയ്യാൻ പോകരുതേ. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്സ് ഒത്തിരി ലെന്തിയാവും, നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആയി പോകും. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ഇതൊന്ന് ക്ലിയർ ചെയ്തോണം കേട്ടോ. ഇതാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ്. സിമ്പിളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ സ്റ്റെപ്പിലാണ്. ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടിയേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. When a mixture of methane and oxygen is passed through heated molybdenum oxide, the main product formed is. എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്താണെന്നാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിക്കേ. മെഥനോൾ ഉണ്ട്, മെഥനാൾ ഉണ്ട്, ദെൻ എഥനാൾ ഉണ്ട്, മെഥനോയിക് ആസിഡ് ഉണ്ട് അല്ലേ. ഇതിനകത്ത് നമുക്ക് ഏതാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CH4 ഓക്സിജനുമായിട്ട് അല്ലേ മിക്സ്ചറാണ്. ആരുടെ പ്രസൻസിലാണ് പറഞ്ഞിരിക്കുന്നത്? മോളിബ്ഡിനം ഓക്സൈഡ് അല്ലേ. പാസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH2O ആയിരിക്കും. CH2O എന്ന് പറയുന്നത് ആരാ? മെഥനാൾ. കാർബൺ ഡബിൾ ബോണ്ട് O. മെഥനാൾ ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ. നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷനകത്തെ ഫൈനൽ പ്രോഡക്റ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഫൈനൽ പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്നത് ടൊളുവിനാണ്. ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, അതിനെ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും. പിന്നെ സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ഫൈനലായിട്ട് ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ് അല്ലേ. ഓക്സിഡേഷൻ നടന്നിട്ടാണ് നമുക്ക് A എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ A കിട്ടുന്നത് നമുക്ക് ഓക്സിഡേഷൻ നടന്നിട്ടാണ്. ഓക്സിഡേഷൻ നടക്കുമ്പം നമുക്കിവിടെ കിട്ടുന്നത് ആസിഡ് ആയിരിക്കും, കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ടൊളുവിനാണ്. ടൊളുവിൻ എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്നത് ബെൻസോയിക് ആസിഡ് ആയിരിക്കും. നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബെൻസോയിക് ആസിഡ് ആയിരിക്കും. ടൊളുവിൻ എന്തായിട്ട് കൺവേർട്ട് ആകും? ഓക്സിഡേഷൻ നടന്നിട്ട് ബെൻസോയിക് ആസിഡായിട്ട് കൺവേർട്ട് ആകും. COH ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് A എന്ന് പറയുന്നത് ബെൻസോയിക് ആസിഡ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്? NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. അതായത് ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്യുകയാണ്. ഇവിടെ റിയാക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോഡിയം ബെൻസോയേറ്റ് ആയിരിക്കും. സോഡിയം ബെൻസോയേറ്റ് C6H5COONA. സോഡിയം ബെൻസോയേറ്റ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന B എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്? സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്നത് ഡീകാർബോക്സിലേഷൻ ആയിരിക്കും നടക്കുന്നത്. ഡീകാർബോക്സിലേഷൻ നടന്നിട്ട് നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബെൻസീൻ ആയിരിക്കും. C6H6 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓക്സിഡേഷൻ നടക്കും, നമുക്ക് ബെൻസോയിക് ആസിഡ് കിട്ടും. അത് കഴിഞ്ഞ് ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് സോഡിയം ബെൻസോയേറ്റ് കിട്ടും. സോഡ ലൈമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഡീകാർബോക്സിലേഷൻ നടന്നിട്ട് ബെൻസീൻ കിട്ടും. ഇതിനകത്ത് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തേ. ഓക്കെ, ബെൻസീൻ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ്. ബെൻസീൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
അതിനു മുമ്പായിട്ട് എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ഇൻ ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ ടോളുവിൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ, താഴെ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഏതിൻ്റെ അകത്തുനിന്നാണ് നമുക്ക് ടോളുവിൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കേ. C6H5Cl + CH4 ഉണ്ട്, C6H6 + CH3Cl ഉണ്ട് അല്ലേ. നമുക്കിവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതിൻ്റെ അകത്തുനിന്നാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ അനുസരിച്ച് ടോളുവിൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. C6H6 അല്ലേ, H6നെ H5H എന്ന് എഴുതാമല്ലോ, പ്ലസ് CH3Cl റിയാക്ട് ചെയ്യുമ്പം ഈ Hഉം ഈ Clഉം കൂടി അങ്ങ് പോയിട്ട് നമുക്ക് ബാക്കി എന്ത് കിട്ടും? C6H5CH3 ടോളുവിൻ കിട്ടും. അതായത് ഇവിടുന്ന് ആര് പോകും? HCl അങ്ങ് പോകും. C6H6 അല്ലെ, H5H എന്ന് എഴുതി, അതും ഇതിനകത്ത് Clഉം കൂടി കമ്പൈൻ ചെയ്ത് HCl ആയിട്ട് അങ്ങ് മാറും. ബാക്കിയുള്ളതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോളുവിൻ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ആരാ? നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. C6H6 + CH3Cl ആണ്. ടോളുവിൻ എന്ന് പറയുമ്പോൾ CH3 അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് HCl പോയിട്ട് ബാക്കി നമുക്ക് കിട്ടുന്നത് ടോളുവിനായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് വരുമ്പം ദ പ്രോഡക്റ്റ് ഫോംഡ് വെൻ ബെൻസിൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് ഈസ് ഹീറ്റഡ് വിത്ത് അക്വസ് സോഡിയം നൈട്രേറ്റ് സൊല്യൂഷൻ ഇൻ ദി പ്രസൻസ് ഓഫ് കോപ്പർ. അതായത് ഈ ക്വസ്റ്റിനും ഇതും നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് ഡയറക്റ്റായിട്ട് തന്നെ കിടക്കുന്ന കേട്ടോ. NCERT ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണേ, എല്ലാം PYQs തന്നെയാണ് കേട്ടോ. ഓക്കെ, നമുക്കിവിടെ എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇത് പറഞ്ഞത് ബെൻസിൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് അല്ലേ, ബെൻസിൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് N2BF4. ഓക്കെ, ഇത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? അക്വസ് സോഡിയം നൈട്രേറ്റ് സൊല്യൂഷനുമായിട്ട് NaNO2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇൻ ദി പ്രസൻസ് ഓഫ് കോപ്പർ പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ. ഇൻ ദി പ്രസൻസ് ഓഫ് കോപ്പർ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നൈട്രോബെൻസിൻ ആയിരിക്കും. കിട്ടുന്ന പ്രോഡക്റ്റ് നൈട്രോബെൻസിൻ. NCERT ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. NCERT ടെക്സ്റ്റിൽ ഇത് കിടപ്പുണ്ട്, പഠിക്കാൻ വിട്ടുപോരുത് കേട്ടോ, നോക്കിയേക്കണേ. അതുപോലെ തന്നെ ഇതും ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷനും. ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നൈട്രോബെൻസിൻ ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓക്കെ ഉണ്ട്, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിടപ്പുണ്ട് അല്ലേ, നൈട്രോബെൻസിൻ കിടപ്പുണ്ട്. അടുത്തത് ദ റിയേജന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീനേസ്. ഇതും പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിക്കേ, പെട്ടെന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇതൊക്കെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ഏത് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്? ഹിൻസ്ബർഗ് റിയേജന്റ് അല്ലേ, ഹിൻസ്ബർഗ് റിയേജന്റ്. ബെൻസിൻ സൾഫോണൈൽ ക്ലോറൈഡ്, ബെൻസിൻ സൾഫോണൈൽ ക്ലോറൈഡ്. ഇവിടെ ശരിക്കും നടക്കുന്ന റിയാക്ഷൻസ് എങ്ങനെയാണ്? ഹിൻസ്ബർഗ് റിയേജന്റ് ആണ്. ബെൻസിൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ്. ഇത് പ്രൈമറി അമീനോ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹിൻസ്ബർഗ് റിയേജന്റ് റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രസിപ്റ്റേറ്റ് കിട്ടും. ആ പ്രസിപ്റ്റേറ്റ് ആൽക്കലിയിൽ സൊല്യൂബിൾ ആണ്, സൊല്യൂബിൾ ഇൻ ആൽക്കലി. ഇനി സെക്കൻഡറി അമീനാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പ്രസിപ്റ്റേറ്റ് കിട്ടും.
പക്ഷേ നോട്ട് സൊല്യൂബിൾ ആണ്, ആൽക്കലിയിൽ സൊല്യൂബിൾ അല്ല. ഇനി ടെർഷ്യറി അമീൻ ആണെങ്കിലോ പ്രസിപ്പിറ്റേറ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. ദാറ്റ് മീൻസ് നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. റിയാക്ഷൻ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല. ഇത് മൂന്നും നോട്ട് ചെയ്തോണം. ഇത് വെച്ചിട്ട് പല പ്രാവശ്യമായിട്ട് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട്. അമീൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോമ്പൗണ്ട്സ് വന്നിട്ട് ഏത് കോമ്പൗണ്ടാണ് റിയാക്ഷനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് ഏത് യൂസ് ചെയ്യുമ്പോൾ ഏത് കോമ്പൗണ്ടാണ് നമുക്ക് ടെസ്റ്റ് റിസൾട്ട് തരുന്നതെന്നും പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണം. ഓക്കെ, ഇവിടെ നിന്ന് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ബെൻസിൻ സൾഫണൈൽ ക്ലോറൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following compound will dissolve in alkali solution? തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അമീൻസ് ആണ് അല്ലേ. ആഫ്റ്റർ റിയാക്ഷൻ വിത്ത് ഹിൻസ്ബർഗ് റിയേജന്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്, ചെക്ക് ചെയ്തേക്കണേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിൽ ഡിസോൾവ് ഇൻ ആൽക്കലി സൊല്യൂഷൻ ആഫ്റ്റർ റിയാക്ഷൻ വിത്ത് ഹിൻസ്ബർഗ് റിയേജന്റ്? ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആൽക്കലിയിൽ സൊല്യൂബിൾ ആയിട്ടുള്ളത് ആരാന്നാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രൈമറി അമീൻ ആണെങ്കിൽ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ബെൻസിൻ സൾഫണൈൽ ക്ലോറൈഡ് ആണേ. നമുക്കൊരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതെന്ത് ചെയ്യും? സൾഫണൈൽ ക്ലോറൈഡ് ആണ്. അത് ആ ടേം നോട്ട് ചെയ്തോണേ. ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാരാടൊളുവിൻ സൾഫണൈൽ ക്ലോറൈഡ്, പീടൊളുവിൻ സൾഫണൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോട്ട് ചെയ്തോണം. സൾഫണൈൽ ക്ലോറൈഡ് വരുന്നതാണ്. ആ ടേം ഒന്ന് സ്പെസിഫിക് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ഒരു പ്രാവശ്യം ബെൻസിൻ എന്നല്ല ചോദിച്ചത്, പാരാടൊളുവിൻ സൾഫണൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ പ്രൈമറി ആണെങ്കിൽ സൊല്യൂബിൾ ഇൻ ആൽക്കലി ആണ്, സെക്കൻഡറി ആണെങ്കിൽ നോട്ട് സൊല്യൂബിൾ ഇൻ ആൽക്കലി ആണ്, ടെർഷ്യറി ആണെങ്കിൽ റിയാക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ട ആൻസർ ആരാണ്? പ്രൈമറി അമീൻ ആണ് അല്ലേ. പ്രൈമറി അമീൻ ആണെങ്കിൽ മാത്രമേ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആൽക്കലിയിൽ ഡിസോൾവ് ആകത്തുള്ളൂ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിനകത്ത് പ്രൈമറി അമീൻ ആരാന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി. ഇനി പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി നമ്മൾ എങ്ങനെ തിരിച്ചറിയും? NH2 ഉണ്ടെങ്കിൽ അത് H2 ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? പ്രൈമറി ആയിരിക്കും. NH മാത്രമാണെങ്കിൽ അത് സെക്കൻഡറി ആയിരിക്കും. N മാത്രമാണെങ്കിൽ അത് ആരായിരിക്കും? ടെർഷ്യറി അമീൻ ആയിരിക്കും. അപ്പോൾ ഈ ട്രിക്ക് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് NH2 വരുന്നത് ആരാ? ഇതാണ്ട് ഇവിടെയുണ്ട് അല്ലേ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിക്കകത്ത് NH2 വരുന്നുണ്ട്. പ്രൈമറി അമീൻ ആണ്. പ്രൈമറി അമീൻ മാത്രമേ അതിൻ്റെ അകത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് തരുന്നുള്ളൂ. ആൽക്കലിയിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പ്രൈമറി സെക്കൻഡറിയും തരും. പക്ഷെ ആൽക്കലി ഡിസോൾവ് ആകുന്നത് പ്രൈമറി മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മെൻഡിയസ് റിഡക്ഷൻ കൺവേർട്സ് ആൻ ആൽക്കൈൽ സയനൈഡ് ടു എന്തായിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. മെൻഡിയസ് റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആൽക്കൈൽ സയനൈഡ് ആണ്. ആൽക്കൈൽ സയനൈഡ് ഗ്രൂപ്പ് റിയാക്ഷൻ എന്ന് പറയുന്നത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് 2H5OH ആണ്. ഈ റിയാക്ഷനെയാണ് നമ്മൾ മെൻഡിയസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. മെൻഡിയസ് റിഡക്ഷൻ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് RCH2NH2 ആയിരിക്കും. RCH2NH2 എന്ന് വെച്ചാൽ ഇതാരാ? പ്രൈമറി അമീനാണ്. പ്രൈമറി അമീനാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയോ? അതായത് ആൽക്കൈൽ സയനൈഡ് റിഡക്ഷൻ നടന്നിട്ട് എന്തായിട്ട് മാറുന്നു? പ്രൈമറി അമീനായിട്ട് മാറുന്നു. അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ദി പ്രസൻസ് ഓഫ് NaC2H5
OH ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് RCH2NH2 പ്രൈമറി അമീൻ. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി കിടപ്പുണ്ട്, പ്രൈമറി അമീൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ cyclohexylamine and aniline can cyclohexylamine and aniline be distinguished by എങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്യൂഷ് ചെയ്യാമെന്നാണ് ചോദ്യം. ബ്രോമിൻ ടെസ്റ്റ് ആണോ, ലെസൻസ് ടെസ്റ്റ് ആണോ, കാർബെലമിൻ ടെസ്റ്റ് ആണോ, ആസോഡൈറ്റ് ടെസ്റ്റ് ആണോ? ഇതിനകത്ത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ബ്രോമിൻ ടെസ്റ്റ് ഓർമ്മയുണ്ടാകും, തിയറി എക്സാമിന് പഠിച്ചതാണ്. ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് അല്ലേ, ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, സൈക്ലോഹെക്സൈൻ ആണെങ്കിൽ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ഷൻ ഒന്നുമില്ല. ബ്രോമിൻ വാട്ടറുമായിട്ട് നോ റിയാക്ഷൻ. അതേസമയം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് അനിലിൻ ആണെങ്കിൽ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതായത് നമുക്ക് 2, 4, 6 അല്ലേ, 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ കിട്ടും. 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ കിട്ടും. അപ്പോൾ നമുക്ക് സൈക്ലോഹെക്സൈനെയും അനിലിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് ടെസ്റ്റ് യൂസ് ചെയ്യാം? ബ്രോമിൻ വാട്ടർ ടെസ്റ്റ് യൂസ് ചെയ്യാം. ഇവിടെ സൈക്ലോഹെക്സൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് തരില്ല? റിയാക്ഷൻ ഒന്നും നമുക്ക് തരുന്നില്ല. പക്ഷെ അനിലിനാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അനിലിനാണെങ്കിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് NH2 സെക്കൻഡ് പൊസിഷനിലും 4th പൊസിഷനിലും 6th പൊസിഷനിലും ബ്രോമിൻ വരും. അതായത് 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ നമുക്ക് കിട്ടും. ഇതും പഠിച്ചിട്ടോണം. ഇതും പല പ്രാവശ്യമായിട്ട് ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യനാണ്. ബ്രോമിൻ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ എഴുതാനായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇതും നോട്ട് ചെയ്തോണേ. ഇതൊരു വൈറ്റ് പ്രസിപ്റ്റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വൈറ്റ് പ്രസിപ്റ്റേറ്റ് കിട്ടുമ്പോഴത്തേക്ക് നമുക്കത് അനിലിനാണോ തന്നിരിക്കുന്ന സൈക്ലോഹെക്സൈൻ ആണോ എന്നുള്ളത് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്, ബിലോ റിയാക്ഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് തന്നിരിക്കുന്നത് എന്തിൻ്റെ എക്സാമ്പിൾ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോട്ട് ചെയ്ത ഇതെന്ന് പറയുന്നത് ഒരു ബ്യൂട്ടേൻ ആണ് അല്ലേ. ഇതെന്ന് പറയുന്നത് 4 കാർബൺ തന്നെയാണ്, ബ്യൂട്ടേൻ ആണ്, പക്ഷെ ഐസോ ബ്യൂട്ടേൻ ആണ്. ഇത് ബ്യൂട്ടേൻ, ഇത് ഐസോ ബ്യൂട്ടേൻ. ഇതിൻ്റെ ഐസോമർ ആണ് ഇത്. എന്ന് വെച്ചാൽ അവിടെ നടന്നിരിക്കുന്ന റിയാക്ഷൻ ആരായിരിക്കും? ഐസോമറൈസേഷൻ ആണ്. ബ്യൂട്ടേൻ ആൻഡ് ഐസോബ്യൂട്ടേൻ. ദ റിയാക്ഷൻ occurs isomerization. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളിനി കൂടുതൽ വീഡിയോസായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്,
സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മൾ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും സൈക്ലോ ഹെക്സൈലമീനും അനിലിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന റിയാക്ഷൻ അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ബ്രോമിൻ ടെസ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പല പ്രാവശ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീൻസും ഹിൻസ്ബർഗ് റിയാക്ഷനെയും ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. തന്നെ ഹിൻസ്ബർഗ് റിയേജൻറ്റ് ഏതാന്ന് വരുന്നത്. പിന്നെ ഈ രണ്ട് റിയാക്ഷൻ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഇതും നമ്മുടെ NCERT ടെക്സ്റ്റിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോണം, വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.